തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM പക്ഷം വിടുന്നവർക്കെതിരെ കടുത്ത വിമർശനവുമായി ടി ശശിധരൻ. പാർട്ടിയുടെ പ്രയോഗവും നയവും ഇഷ്ടമില്ലാതെ വന്നാൽ പോകുന്നത് എവിടേക്കെന്ന് ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനങ്ങളെ ശരിയായി മനസ്സിലാക്കാത്തവരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറുകണ്ഠം ചാടുന്നവർ. എസ് സുരേഷും പ്രേംകുമാറും അടക്കമുള്ളവർ മറുകണ്ഠം ചാടിയത് ലാഭം നോക്കി ഭാഗ്യാന്വേഷണത്തിന്റെ ഭാഗമായാണെന്നും ഒരു കാലത്ത് VS പക്ഷത്തിന്റെ കുന്തമുനയായിരുന്ന ടി ശശിധരൻ വിമർശിച്ചു. ഒരു വ്യക്തി എന്ന രീതിയിൽ സുരേഷിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ചേരാം, ഏത് മുന്നണിയിലും ചേരാം. അതൊക്കെ അയാളുടെ വ്യക്തിപരമായ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങളുമാണ്. ഇത് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയെ നാശകോശമാക്കിയ ഒരു കോൺഗ്രസിലേക്കാണ്. ഇപ്പോൾ പാർട്ടി ഘടകത്തിനകത്തായാലും പുറത്തായാലും നാം എടുക്കുന്ന നിലപാട് 100% ശരിയാണെന്ന് തോന്നിയാലും ശരിയായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ പാർട്ടി പലതരത്തിൽ ബോധപൂർവമോ ബോധപൂർവമല്ലാതെയോ ഇഷ്ടമുള്ളതോ ഇഷ്ടമല്ലാതെയോ പാർട്ടി ഭൂരിപക്ഷമായൊരു നിലപാട് സ്വീകരിച്ചാൽ നമ്മുടെ നിലപാടിൽ എത്ര ശരിയുണ്ടെങ്കിലും നമ്മൾ സറണ്ടർ ചെയ്തേ മതിയാവും. ഇപ്പം എന്നെ വ്യക്തിപരമായി എത്രയോ വിഷയങ്ങൾ ഞാൻ ഇതിനെ നേരിട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിൽ അന്നും ഇന്നും ഒരു ശരിയുണ്ടെന്നുള്ള ആളാണ് ഞാൻ പറയണത്. എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തെ ഞാൻ ഒരു ഘടകത്തിലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുള്ളതാണത്. സുരേഷിന് എന്താ നഷ്ടപ്പെട്ടത്? സുരേഷ് PA ആയിരുന്നു. വർഗവഞ്ചനയല്ല, അതൊരു ഭാഗ്യാന്വേഷണമാണ്. വർഗം മനസ്സിലാക്കിയാലേ വർഗത്തെ വഞ്ചിച്ചു എന്ന് തോന്നണ്ടേ നമുക്ക്. ലെവിൻ K. വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഒരു കാലത്ത് VSനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ ടി ശശിധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഏറെ പ്രസക്തവും നിർണായകവുമാണ്, പ്രത്യേകിച്ചും കൂടുതൽ ആളുകൾ മറുകണ്ഠം ചാടുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹം അതിനെ എങ്ങനെയാണ് ഈ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും സുരേഷ് അടക്കമുള്ള ആളുകൾ മറുകണ്ഠം ചാടുന്നതിനെ അദ്ദേഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ടി ശശിധരൻ എന്ന നേതാവിനെ CPM അണികൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ അനുഭാവികൾക്കും LDF പ്രവർത്തകർക്കുമൊക്കെ ഒരു കാലത്ത് വലിയ വികാരം തന്നെയായിരുന്നു ടി ശശിധരൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും CPMന്റെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഇടതുപക്ഷ വേദികളിലേക്ക് ആളുകൾ എത്തിയിരുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 17 വർഷം പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായി താഴെത്തട്ടിലെ ഏറ്റവും ചെറിയ കമ്മിറ്റിയിൽ ബ്രാഞ്ച് അംഗമായി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അത്തരത്തിൽ വലിയ സംഘടനാപരമായിട്ടുള്ള അച്ചടക്ക നടപടിയെ തുടർന്ന് വലിയ കാലയളവ്, ഏകദേശം DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ടി ശശിധരൻ CPMന്റെ ബ്രാഞ്ച് ഘടകത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ അടുത്തിടെയുണ്ടായ കൂറുമാറ്റങ്ങളിലും അല്ലെങ്കിൽ പാർട്ടി മാറി മറ്റ് മുന്നണികൾക്കൊപ്പം ചേരുന്ന സമീപനങ്ങളിലുമൊക്കെ നിശിതമായ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. VS അച്യുതാനന്ദൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷ് കുമാർ ഇപ്പോൾ മലമ്പുഴയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ അടുത്തിടെയുണ്ടായ പാർട്ടിയിൽ നിന്നുണ്ടായ പല ആളുകളും മറ്റ് കക്ഷികളിലേക്ക് ചേക്കേറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നിശ്ചിതമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടിയുടെ പ്രയോഗവും നയവും ഇഷ്ടമല്ലാതെ വന്നാൽ പോകുന്നത് എവിടേക്കാണെന്ന് ഓർക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മറുകണ്ഠം ചാടുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനങ്ങളെ ശരിയാക്കി മനസ്സിലാക്കാത്തവരാണ്. ഐഷ പോറ്റിയും പ്രേംകുമാറും അഡ്വക്കേറ്റ് ഹസ്കറും അടക്കമുള്ളവർ മറ്റുള്ളവരെ മാർക്സിസം പഠിപ്പിച്ചവരാണ്. അവരാണ് ഇപ്പോൾ അവസരവാദ നിലപാട് സ്വീകരിച്ച് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നതെന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇവരെ ഇത്തരത്തിൽ മാർക്സിസം പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി ഇത്തരത്തിൽ ഈ കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് പറയുന്നു. എന്തെങ്കിലും ലഭിക്കില്ല എന്നറിയുമ്പോൾ ലഭിക്കുന്ന പാർട്ടിയിലേക്ക് പോകുന്നതാണ് പ്രശ്നം. വ്യക്തി എന്ന നിലയിൽ സുരേഷിനെ ഏത് പാർട്ടിയിലും മുന്നണിയിലും ചേരാം. വ്യക്തിപരമായ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങളുമാണത്. പാർട്ടിയുടെ ഭൂരിപക്ഷപരമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അംഗീകരിച്ചാൽ മതിയാകൂ. വ്യക്തിപരമായിട്ടാണ് അന്നും ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ താൻ നേരിട്ടയാളാണ്. പക്ഷേ തനിക്കൊരു നിലപാടുണ്ടായിരുന്നു, തനിക്ക് അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഒരു ഘടകത്തിലും ശ്രമിച്ചിട്ടില്ല. സുരേഷിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ PA ആയി അദ്ദേഹം 10 വർഷക്കാലം ജോലി ചെയ്തു. അത് CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി എന്നിങ്ങനെ പഴയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ അടുത്ത കാലത്ത് CPM വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് പോയ ഐഷ പറ്റി, മുൻ MLA അഡ്വക്കേറ്റ് ഹസ്കർ CPMന്റെ അഭിഭാഷക സംഘടനാ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ നടൻ പ്രേംകുമാർ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെ റെജി ലൂക്കോസ് CPMന്റെ വക്താവായി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. പിന്നീട്